Next, inverse function and composite function. Definition. Let f be a one-to-one correspondence from a set A to the set B. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു വൺ ഫംഗ്ഷനാണ്, വൺ ഓൺ ടു ഫംഗ്ഷൻ. അത് എയിൽ നിന്ന് ബിയിലേക്കാണ്. ഇതാണ് the function belongs to the inverse function. F is the function that assign an element B belongs to B, the unique element A in A such that f of A equal to B. The inverse function f is denoted by f inverse, hence f inverse B equal to A when A equal to B. അതാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ എയെ മാപ്പ് ചെയ്തിരിക്കുന്നത് ബിയിലേക്കാണ്, ഈ ബിയിലേക്കാണ്. ബി ഈക്വൽ ടു എഫ് ഓഫ് എ ആണ്. അങ്ങനെയാണെങ്കിൽ ബിയുടെ ഇൻവേഴ്സ് ഇമേജ് എഫ് ഇൻവേഴ്സ് ബി എന്നാ പറയുന്നത്, എഫ് ഇൻവേഴ്സ് ബി എന്നാ പറയുക. അത് എ ആയിരിക്കും. ഒന്നും കൂടെ പറയാം. എയുടെ ഇമേജ്, ഈ എ എന്ന് പറയുന്ന എലമെന്റ് ഇമേജ് ബി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ബി ഈക്വൽ ടു എഫ് ഓഫ് എ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ എയെ എഫ് ഇൻവേഴ്സ് ബി എന്തായിരിക്കും? എ ആയിരിക്കും. എഫ് ഇൻവേഴ്സ് ബി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും. എഫ് ഇൻവേഴ്സ് ബി എന്തായിരിക്കും? എ ആയിരിക്കും. എഫ് ഇൻവേഴ്സ് ഇവിടെ വരേണ്ട, എഫ് ഇൻവേഴ്സ് ബി. അപ്പൊ ഇങ്ങനെ ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ ഉണ്ടാകണമെങ്കിൽ, എഫ് ഇൻവേഴ്സ് ഉണ്ടാകണമെങ്കിൽ എഫ് വൺ ഓൺ ടു ആയിരിക്കണം. അതാണ്, വൺ ഓൺ ടു ആയിരിക്കണം. എന്നാലേ എഫ് ഇൻവേഴ്സ് ഉണ്ടാകുകയുള്ളൂ. ഒരു എക്സാമ്പിൾ നമുക്ക്, ലെറ്റ് എഫ് ഇസ് ദ ഫംഗ്ഷൻ എ ബി സി 2 1 2 3. ഇപ്പം ഇവിടെ എ ബി സി അതിന് ഏതിലേക്ക് മാപ്പ് ചെയ്തിരിക്കുന്നു? 1 2 3യിലേക്കാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. 1 2 3യിലേക്ക് മാപ്പ് ചെയ്തു. എഫ് ഓഫ് എ ഈക്വൽ ടു 2, എഫ് ഓഫ് എ ഈക്വൽ ടു 2, എഫ് ഓഫ് ബി ഈക്വൽ ടു 3, എഫ് ഓഫ് ബി ഈക്വൽ ടു 3. Then f of c equal to 1, f of c equal to 1. ഇങ്ങനെയാണെങ്കിൽ എഫ് ഇൻവേഴ്സ് 1 എന്തായിരിക്കും? എഫ് ഇൻവേഴ്സ് 1 ഈക്വൽ ടു 1ന്റെ പ്രീ ഇമേജ് സി ആയിരിക്കും. എഫ് ഇൻവേഴ്സ് 2 എന്തായിരിക്കും? എ ആയിരിക്കും. എഫ് ഇൻവേഴ്സ് 3 എന്തായിരിക്കും? ബി ആയിരിക്കും. ഇതാണ് 3 ഈക്വൽ ടു ബി. ഓക്കെ. Then f set to set b such that f of x equal to x plus 1 is f is invertible, and if it is, what is the inverse? f of x equal to x plus 1 ആണ്. അപ്പോൾ ഇത് ഇൻവേർട്ടബിൾ ആണോ എന്നാണ്. ഇത് നമ്മൾ ഇത് വൺ ഓൺ ടു ഫംഗ്ഷൻ ആണ്. അപ്പം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ആണെങ്കിൽ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ആണെങ്കിൽ എക്സ് പ്ലസ് 1 ഈക്വൽ ടു വൈ പ്ലസ് 1 ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു വൈ ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് 1 to 1 ആണ്. പിന്നെ ഇത് ഓൺ ടു ആണോ എന്ന് നോക്കണം. 1 to 1 ഓൺ ടു ആണെങ്കിൽ ബൈജക്ഷൻ 1 കറസ്പോണ്ടൻസ് ആയിരിക്കും, ഇൻവേഴ്സ് ഉണ്ടാവും. ഇനി ഓൺ ടു ആണോ എന്ന് നോക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സെഡിൽ നിന്നും സെഡിലേക്കുള്ളതാണ്. ഇവിടെ ഒരു എക്സിന്റെ ഇമേജ് എന്തായിരിക്കും? എക്സ് പ്ലസ് 1. അപ്പം എക്സിന്റെ വൈ, ഇത് വൈ ആണെന്ന് വിചാരിക്കുക. ഇത് എക്സിന്റെ ഇമേജ് ആണ് വൈ എങ്കിൽ വൈ എന്തായിരിക്കും? വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 1 ആയിരിക്കും. വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 1 ആയിരിക്കും. അപ്പൊ വൈ മൈനസ് 1 എന്തായിരിക്കും? എക്സ് ആയിരിക്കും. അപ്പൊ എക്സിന്റെ പ്രീ ഇമേജ് എന്തായിരിക്കും? വൈ മൈനസ് 1 ആയിരിക്കും. അപ്പൊ എഫ് ഇൻവേഴ്സ് വൈ ഈക്വൽ ടു വൈ മൈനസ് 1. ഇതാണ് ഇൻഡിജേഴ്സിലേക്ക്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ ഇൻഡിജേഴ്സ് എടുക്കുകയാണെങ്കിൽ, ഇൻഡിജേഴ്സ് -2 -1 0 1 2 3 ഇങ്ങനെ എടുക്കുക. -2 -1 0 1 2 3 എടുക്കുക. -2ന്റെ ഇമേജ് എന്തായിരിക്കും? -2 -1 -3 ആയിരിക്കും. ഇതിന്റെ എഫ് ഇൻവേഴ്സ് -2, എഫ് ഇൻവേഴ്സ്
-2 എന്തായിരിക്കും? എഫ് ഇൻവേഴ്സ് -2 -2 -1 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു -3. അപ്പോൾ ഇവിടെ -3 ഉണ്ടാവും. ഇവിടെ -3ലേക്ക് ആയിരിക്കും. -3 -2 -1ൻ്റെയോ -2 ആയിരിക്കും. 0യുടെ -1 ആയിരിക്കും. 1ൻ്റെ 0 ആയിരിക്കും. 2ൻ്റെ 1 ആയിരിക്കും. 3യുടെ 2 ആയിരിക്കും. അതാണ് എഫ് ഇൻവേഴ്സ് y ഈക്വൽ ടു y -1. ഇതാണ് വൈയുടെ പ്രീ ഇമേജ്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്താണ്? ഈ ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആണ്. അപ്പോൾ ഇൻവേർട്ടബിൾ ആണെന്ന് തെളിയിക്കാനായിട്ട് നമ്മൾ 1 1 ഓൺ 2 ഫംഗ്ഷൻ ആണെന്ന് തെളിയിച്ചാൽ മതി. Then f is a function from R to R. F be a function from R to R, f of x equal to x square is invertible. ഇത് റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറാണ്. എഫ് ഓഫ് -2 എന്തായിരിക്കും? -2 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 4. എഫ് ഓഫ് 2 എന്തായിരിക്കും? അതും 2 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ ഇതെന്തല്ല? ഇത് 1 to 1 അല്ല. -2നും 2നും ഒരേ ഇമേജ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് 1 to 1 അല്ല. അതുകൊണ്ട് എന്തല്ല? ഇത് ഇൻവേർട്ടബിൾ അല്ല. ഇത് ഇൻവേർട്ടബിൾ ആക്കാനായിട്ട് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഡൊമൈന് കോഡൊമൈനെ റിസ്ട്രിക്റ്റ് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ R to R എന്നുള്ളത് സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സിന് എടുക്കുക. പോസിറ്റീവ് റിയൽ നമ്പേഴ്സിന് എടുക്കുക. R പോസിറ്റീവ് ടു R പോസിറ്റീവ് ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഇത് 1 to 1 ഓൺ 2 ആയിരിക്കും. കാരണം ഏതൊരു എലമെൻ്റ് എടുത്താലും അതിനൊരു പ്രീ ഇമേജ് ഉണ്ടാവും. ഇവിടെ ഒരു എലമെൻ്റ് എടുക്കുക, അതിൻ്റെ ഒരു റൂട്ട് എടുക്കുക. അതിൻ്റെ റൂട്ട് എന്തായിരിക്കും? അതിൻ്റെ റൂട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. R പോസിറ്റീവ് എന്നാണ്. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ റൂട്ട് എടുക്കുകയാണെങ്കിൽ പോസിറ്റീവ് ആണ് കിട്ടുക. അതാണ്. അതുപോലെ തന്നെ അതിൻ്റെ പോസിറ്റീവ് കിട്ടും. ഒരു എലമെൻറ്റിൻ്റെ റൂട്ട് എടുത്താൽ പോസിറ്റീവ് കിട്ടും. അതുപോലെ തന്നെ അത് 1 1 ആയിരിക്കും, ഓൺ 2 ആയിരിക്കും. ഇതുണ്ടോ? അതുപോലെ വേണമെങ്കിൽ നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, അത് തിയറിറ്റിക്കലായിട്ട് പ്രൂവ് ചെയ്യുന്ന 1 1 ഓൺ 2 ആണെന്ന് തെളിയിക്കാനായിട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ സ്ക്വയർ ഇംപ്ലൈസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0. അപ്പം എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0. അപ്പോൾ ഒന്നുകിൽ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു വൈ ആയിരിക്കും. അതായിരിക്കും. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു വൈ ആയിരിക്കും. ഇനി എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടാം. അപ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് വൈ ആണ്. അപ്പം അങ്ങനെ ഒരു ഇമേജ് ഇല്ല. നെഗറ്റീവ് സംഖ്യകൾ, നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ഇല്ലാത്തത് കൊണ്ട് ഇത് നമ്മൾ നോക്കണ്ട. അപ്പോൾ എക്സ് ഈക്വൽ ടു വൈ ആണ്. പിന്നെ അപ്പോൾ ഇത് 1 to 1 ആണ്. ഇത് ഓൺ 2 ആണെന്ന് തെളിയിക്കാനായിട്ട്, എല്ലാത്തിനും പ്രീ ഇമേജ് ഉണ്ടെന്ന് തെളിയിക്കാനായിട്ട് എഫ് ഇൻവേഴ്സ് വൈ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു പോസിറ്റീവ് റൂട്ട് ഓഫ് വൈ ആയിരിക്കും. അപ്പം വൈയുടെ ഇമേജ് എന്തായിരിക്കും? പോസിറ്റീവ് റൂട്ട് ഓഫ് വൈ ആണ്. രണ്ട് പ്രീ ഇമേജ് കിട്ടൂല. വൈയുടെ ഇമേജ് വൈ സ്ക്വയർ ആയിരിക്കും. അപ്പം വൈയുടെ പ്രീ ഇമേജ് റൂട്ട് വൈ ആയിരിക്കും. അപ്പം ഇത് എന്താണ്? ഇതിന് ഓൺ 2 ആണ്. അപ്പം ഈ ഫംഗ്ഷൻ ആറിൽ നിന്നുള്ളത് ഇൻവേർട്ടബിൾ അല്ല. അത് ഇൻവേർട്ടബിൾ അല്ല. പക്ഷേ R പോസിറ്റീവിൽ നിന്നും R പോസിറ്റീവിലേക്കുള്ളത് ഇൻവേർട്ടബിൾ ആണ്.